ശ്രീലങ്കൻ തീരത്ത് ഇറാന്റെ IRIS ഡേന എന്ന യുദ്ധക്കപ്പൽ അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ തകർന്നതിന് പിന്നാലെ ഇറാന്റെ മറ്റൊരു സപ്പോർട്ട് കപ്പലായ IRIS ലവാന് കൊച്ചിയിൽ അഭയം നൽകി. ഇന്ത്യയിൽ നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാനിയൻ സംഘത്തിലെ കപ്പലാണ് ലവാൻ. സാങ്കേതിക തകരാറുകൾ മൂലം ഫെബ്രുവരി 28 തന്നെ ഇറാൻ അഭയം തേടിയിരുന്നെങ്കിലും ഡേനയുടെ തകർച്ചയ്ക്ക് ശേഷം മാർച്ച് 4 ലവാൻ കൊച്ചിയിൽ സുരക്ഷിതമായി അടുത്തത്. കപ്പലിലെ 183 നാവികർക്കും കൊച്ചിയിൽ ഇന്ത്യ സംരക്ഷണമൊരുക്കി. അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് ഇന്ത്യ ഈ ധീരമായ നിലപാട് സ്വീകരിച്ചത്. അതേസമയം മാർച്ച് 4 പുലർച്ചെ നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന IRIS ഡേനയിലെ നാവികർക്കായി ഇന്ത്യ സർവ്വസന്നാഹങ്ങളുമായി രക്ഷാദൌത്യം തുടരുകയാണ്. വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങിയ അതിഥിയെ ആപൽഘട്ടത്തിൽ കൈവിടില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ INS ഇക്ഷക്, INS തരങ്കിണി എന്നീ കപ്പലുകൾ ദീർഘദൂര പാട്രോളിംഗ് വിമാനങ്ങളും ഇന്ത്യ വിന്യസിച്ചു. അമേരിക്കൻ പടക്കപ്പലുകൾ പരിസരത്തുണ്ടായിട്ടും അത് വകവയ്ക്കാതെയാണ് ഇന്ത്യ മാനുഷിക പരിഗണന മുൻനിർത്തി കടലിൽ ഇറങ്ങിയത്. ലങ്കൻ അധികൃതരുമായി ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 32 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ആക്രമണത്തിൽ 87 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് മുൻപ് IRIS ഡേന ശ്രീലങ്കൻ അനുമതിക്കായി 11 മണിക്കൂർ കടലിൽ കാത്തുകിടന്നുവെന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. ലങ്കൻ പ്രതിപക്ഷ MP മുജിബുർ റഹ്മാനാണ് പാർലമെന്റിൽ ഈ വിവരം ഉന്നയിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ ഗോൾ തുറമുഖത്ത് അടുപ്പിക്കാൻ അനുമതി തേടിയെങ്കിലും ലങ്കൻ സർക്കാർ വൈകിപ്പിച്ചു. ആ 11 മണിക്കൂർ കാത്തിരിപ്പിനൊടുവിലാണ് അമേരിക്കൻ അന്തർവാഹിനി കപ്പലിനെ ഇരയാക്കിയത്. ഇതിനു പിന്നിൽ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നിരുന്നാലും തകർന്ന കപ്പലിനെ ഓരോ ജീവനും വേണ്ടിയും ഇന്ത്യ നടത്തുന്ന പോരാട്ടം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര വിജയമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിൽ നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാനിയൻ സംഘത്തിലെ കപ്പലാണ് ലവൻ. സാങ്കേതിക തകരാറുകൾ മൂലം ഫെബ്രുവരി 28 തന്നെ ഇറാൻ അഭയം തേടിയിരുന്നെങ്കിലും ഡേനയുടെ തകർച്ചയ്ക്ക് ശേഷം മാർച്ച് 4 ലവാൻ കൊച്ചിയിൽ സുരക്ഷിതമായി അടുത്തത്. കപ്പലിലെ 183 നാവികർക്കും കൊച്ചിയിൽ ഇന്ത്യ സംരക്ഷണമൊരുക്കിയെന്നതാണ് വസ്തുത.